രാജ്യം ഒന്നടങ്കം ഇളകിയിരിക്കുകയാണ്. വാലിന് തീ പിടിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് ഇതാദ്യമായിട്ടാണ് 12 വർഷങ്ങൾക്കിടെ. സാധാരണ തട്ടിപ്പുകളുടെ അവസാനം പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കുന്ന BJPയുടെ പരിപാടിയാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അധികാരത്തിലെത്തി 12 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വന്തം കസേര പോലും സുരക്ഷിതമല്ല എന്ന് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൈകൂപ്പിയല്ലാതെ ഇനി രക്ഷപ്പെടാനാകില്ല എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം തന്നെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയവരെ തടങ്കലിൽ അടയ്ക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞത് സമരം ഒന്ന് ശമിപ്പിക്കാനായിരുന്നു. അതിനുവേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാക്കുമെന്നും അത് പറഞ്ഞതും സമരക്കാരെ കൂടെ നിർത്താനായിരുന്നു. പക്ഷേ അങ്ങനെ പിന്മാറുന്നവരല്ല ഈ സമരക്കാർ എന്നുറപ്പായതോടെ ഒന്നുകിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ചിന്തയിലേക്ക് നരേന്ദ്രമോദി കടക്കുന്നു എന്നാണ് അറിയുന്നത്. എന്തെങ്കിലും തരത്തിൽ മോദി പ്രകോപിതനായാൽ നരേന്ദ്രമോദിയുടെ രാജിയാകും പിന്നീട് ആവശ്യപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പരീക്ഷാ ചോർച്ചയിലെ പ്രതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സമരക്കാർക്കൊപ്പം കൂടാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് സമരക്കാർക്കൊന്നും സ്വീകാര്യമല്ല. അതിൻ്റെ പേരിൽ ഇന്നും സമരം ശക്തമായതോടെ ദില്ലിയിലേക്ക് 30 കമ്പനി അധിക കേന്ദ്രസേനയാണ് വിന്യസിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നത് മറ്റൊരു കോലാഹലത്തിലേക്ക് നയിക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ. CJP സമരത്തിൽ വിദേശ ഫണ്ട് എത്തുന്നു എന്നുള്ളൊരു പ്രചരണം അഴിച്ചുവിട്ട് NIA കൊണ്ടുവന്ന് ഈ സമരത്തെ നശിപ്പിക്കാനുള്ളൊരു ശ്രമം മറ്റൊരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഏതായാലും മോദി സർക്കാരിൻ്റെ അടിത്തറ തകർക്കുന്ന തരത്തിൽ 34ാം ദിവസം പിന്നിട്ട CJP സമരവേദിയിലേക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ യുവാക്കൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ജനക്കൂട്ടം എത്തുന്നതോടെയാണ് പരുങ്ങലിലായ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അധിക സേനയെ വിന്യാസം നടത്തിയിരിക്കുന്നത്. 30 കമ്പനി കേന്ദ്രസേനയെയാണ് കേന്ദ്രം വിന്യസിച്ചത് എന്ന് പറയുമ്പോൾ കേന്ദ്രം പേടിച്ചിരിക്കുന്നത് ചില്ലറയല്ല. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് വിമാനമാർഗമാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ആകെയുള്ള 30 കമ്പനിയിൽ 18 കമ്പനി CRPFും 6 കമ്പനി RAFും 3 കമ്പനി BSFും 2 കമ്പനി SSBയും 1 കമ്പനി ITBP ജവാന്മാരുമാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും സൈനികരുടെ നിയന്ത്രണത്തിലാക്കി സമരത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നരേന്ദ്രമോദിക്ക് വന്ന ആദ്യത്തൊരവസ്ഥയാണ്. ഇപ്പോൾ തന്നെ പ്രതിഷേധം നേരിടാൻ സേനയെ ദില്ലിയിൽ എത്തിച്ചു കഴിഞ്ഞു. യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ശക്തി സമൂഹമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ രംഗത്ത് വന്നത് എന്നോർക്കണം. ഈ വിഭാഗം അക്രമാസക്തമായാൽ അല്ലെങ്കിൽ സമരമാളിക്കത്തിച്ചാൽ വീഴാത്ത സർക്കാരുകളില്ല ഈ ലോകത്ത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മോദി സർക്കാർ രാജിവെക്കുന്നത് പോട്ടെ, അതിലൊരു മന്ത്രി എങ്ങാനും രാജിവെച്ചാൽ തന്നെ തങ്ങൾ നടത്തിയത് തട്ടിപ്പാണെന്ന് സമ്മതിച്ചു കൊടുത്ത് അടിയറവ് വെക്കുന്നതിന് തുല്യമായിരിക്കും. പിന്നീട് മോദി ഭരണത്തിന് ഈ രാജ്യത്ത് പ്രസക്തി ഇല്ലാതാകും. ആ സാഹചര്യത്തിലേക്ക് രാജ്യത്തിൻ്റെ നിലവിലെ മോദി ഭരണം നീങ്ങുന്നു എന്നുള്ളതാണ് സത്യം. യുവാക്കൾക്കും വിദ്യാർത്ഥികളായ മക്കൾക്കും വേണ്ടിയാണ് ഓരോ കുടുംബവും നിലകൊള്ളുന്നത് എന്നിരിക്കെ അവർ സർക്കാരിനെ തകർക്കാൻ പ്രാപ്തിയുള്ളവർ തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് നരേന്ദ്രമോദിയുടെ പിൻവാങ്ങലും. സമരങ്ങളെ അടിച്ചമർത്തി മാത്രം പരിചയമുള്ളവർ ഈ രാജ്യ തലസ്ഥാനത്ത് തോൽക്കുന്നൊരു കാഴ്ച കാണുമ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ മോദി പതനത്തിന് ആരംഭം കുറിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.